നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു ചെമ്മീൻ ഉലർത്തിയത്. ഇതിലേക്കുണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചക്കക്കുരു പുറത്തെ വെളുത്ത തൊലി കളഞ്ഞതിന് ശേഷം വട്ടത്തിൽ 3 കട്ട് ചെയ്തത് 3 കപ്പ്. ക്ലീൻ ചെയ്ത ചെമ്മീൻ 1 പൗണ്ട്. ചെറിയ ഉള്ളി ചതച്ചത് 3 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ചതച്ച മുളക് 1 ടേബിൾ സ്പൂൺ. മുളക് പൊടി 1 ടീസ്പൂൺ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. മീറ്റ് മസാല 1/2 ടീസ്പൂൺ. കറിവേപ്പില 3 തണ്ട്. കുടംപുളി വെള്ളത്തിൽ കുതിർത്തിയത് 2 കഷ്ണം. വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂൺ. വെള്ളം ആവശ്യത്തിന്. ഉപ്പ് ആവശ്യത്തിന്. ഒരു മൺചട്ടിയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു, എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്നും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചക്കക്കുരു മുങ്ങിക്കിടക്കാനുള്ള വെള്ളം, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിന്നിവിടെ ഇതിലോട്ട് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ചക്കക്കുരു ഏകദേശം ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തു വച്ചിരിക്കുന്ന ഷ്രിമ്പും, നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച 2 പീസ് കുടംപുളി, എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയിൽ നിന്നും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനെ അടച്ചു വെച്ച് ഏകദേശം 5 മിനിറ്റോളം കുക്ക് ചെയ്യണം. ചെമ്മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. വെള്ളമെല്ലാം വറ്റി ചക്കക്കുരും ചെമ്മീനും ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിതിനി ഉലർത്തിയെടുക്കണം. ഇതിനു വേണ്ടി ഒരു സ്കില്ലറ്റിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇതിലോട്ട് നമ്മൾ ചതച്ചു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ബാക്കിയുള്ള 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് വഴറ്റുക. ഉള്ളി കുറെ വഴന്നു പോകണ്ട. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം ഇതിലോട്ട് ബാക്കിയുള്ള 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചതച്ച വറ്റൽമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഇറച്ചി മസാല
എന്നിവയിട്ട് വഴറ്റുക. മുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. മസാലപ്പൊടികൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. മസാലപ്പൊടികളുടെ പച്ചമണമെല്ലാം മാറി നന്നായിട്ടിപ്പോൾ വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും ചെമ്മീനും കൂടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വച്ചതിന് ശേഷം നന്നായിട്ട് ഉലർത്തിയെടുക്കുക. മസാലയെല്ലാം ചക്കക്കുരുവിലും ചെമ്മീനിലും നന്നായിട്ട് കോട്ട് ചെയ്യണം. ഏകദേശം 5 മിനിറ്റോളം ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അടിപൊളി ചക്കക്കുരു ചെമ്മീനിട്ട് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ചെമ്മീൻ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. Thank you for watching. Bye bye.